സിംഗളദ്വീപിൽ ജനിച്ച അതിമനോഹരിയായിട്ടുള്ള ഒരു പെൺകുട്ടി. അവരുടെ സൗന്ദര്യത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ ഒരു ഇന്ത്യൻ നാട്ടുരാജാവ് ഇന്നത്തെ ശ്രീലങ്കയിൽ പോയി അവരെ വിവാഹം ചെയ്ത് തൻ്റെ നാടിൻ്റെ റാണിയായി ഇന്ത്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. മറ്റ് നാട്ടുരാജാക്കന്മാരുടെ ഇടയിൽ അവരുടെ സൗന്ദര്യത്തെക്കുറിച്ചെല്ലാം ഒരു വാർത്തയായപ്പോൾ ഒരിക്കലെങ്കിലും ആ മഹാസൗന്ദര്യത്തെ പുൽകണമെന്നും അല്ലെങ്കിൽ ഒന്ന് കാണണമെന്നുമുള്ള ആഗ്രഹത്തോടു കൂടി ഡൽഹി സുൽത്താനേറ്റ് ആ നാട്ടു രാജാവിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. നിരന്തരമായി 8 മാസത്തോളം ആ റാണിക്ക് വേണ്ടി ഡൽഹി സുൽത്താനേറ്റ് അലാവുദ്ദീൻ ഖിൽജിയും ഈ നാട്ടുരാജാവും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. അവസാനം നാട്ടുരാജാവ് പരാജയപ്പെട്ട് റാണി പിടിക്കപ്പെടും എന്ന അവസ്ഥയിലെത്തിയപ്പോൾ അവരുടെ പ്രിയപ്പെട്ട 16,000-ഓളം വരുന്ന തോഴിമാരുമൊത്ത് ജൗഹർ നടത്തുകയാണ്. ഇന്ത്യയെ വിറപ്പിച്ച അല്ലെങ്കിൽ ത്രസിപ്പിക്കുന്ന ചിത്തോർഗ കോട്ടയുടെ കഥയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. എൻ്റെ രാജസ്ഥാൻ യാത്രയിലെ 3ാമത്തെ ഡെസ്റ്റിനേഷൻ ആയിരുന്നു ചിത്തോർഗഡ്. ഞാൻ നേരെ അജ്മീറിലേക്കാണ് പോയത്. അജ്മീറിൽ നിന്ന് പുഷ്കർ കഴിഞ്ഞ് പിന്നെ 3ാമത്തെ ഡെസ്റ്റിനേഷനായി ഞാൻ എത്തിയത് ഈ മനോഹരമായിട്ടുള്ള ചിത്തോർഗഡ് എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്കാണ്. അവിടേക്ക് നമുക്ക് എത്തിപ്പെടുന്നതിന് കേരളത്തിൽ നിന്ന് നമ്മുടെ ആകെ ഒരു ട്രെയിൻ മാത്രമാണുള്ളത്. അത് നമ്മുടെ മരുസാഗർ എക്സ്പ്രസ് ആണ്. മരുസാഗർ എക്സ്പ്രസ് രാജസ്ഥാനിലേക്ക് എങ്ങനെയാണ് പോകുന്നത് എന്നതിൻ്റെ ഒക്കെ ഡീറ്റെയിലുകൾ തൊട്ട് മുമ്പ് അജ്മീർ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവർക്ക് അതിൽ കയറി കാണാവുന്നതാണ്. ചിത്തോർഗഡിൽ ഞങ്ങൾ താമസിച്ചിരുന്നത് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ആയിരുന്നു. മറ്റ് റെയിൽവേ സ്റ്റേഷനൊക്കെ വ്യത്യസ്തമായി ഞാൻ അവിടെ കണ്ടൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ചിത്തോർഗഡിൽ അവരൊരു സബ്സിഡറി, അതായത് ഇന്ത്യൻ റെയിൽവേ ആണ് എന്ന് എനിക്ക് തോന്നുന്നത്, അതൊരു സബ്സിഡറി പ്രൈവറ്റ് കമ്പനിക്ക് കൊടുത്തിട്ട് അവിടെ മനോഹരമായിട്ടുള്ള സ്റ്റേ, ഞങ്ങൾക്ക് ഒരാൾക്ക് 250 രൂപ മാത്രമാണ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ FB-യിലും അതേപോലെ തന്നെ യൂട്യൂബിലൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടി കാണുക. ഈ ചിത്തോർഗഡിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ്, ആ കോട്ടയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇതുപോലുള്ള 7 ഗേറ്റുകൾ, പ്രധാനപ്പെട്ട 7 ഗേറ്റുകൾ കടന്നു വേണം നമ്മൾ എവിടേക്ക് എത്താൻ, ചിത്തോർഗഡിലേക്ക് എത്തുന്നതിന്. നമ്മൾ ടൗണിൽ നിന്ന് ചിത്തോർഗഡിലേക്ക് നമ്മൾ ഓട്ടോക്കോ ബൈ ടാക്സിയോ എങ്ങനെ വരികയാണെങ്കിലും നമുക്ക് മുകളിലായിട്ട് മനോഹരമായിട്ട് ഇതൊക്കെ ഈ കാണുന്നതെല്ലാം ചിത്തോർഗഡിൻ്റെ ആ ഒരു മതിൽക്കെട്ടുകളാണ്. അവിടേക്ക് എത്തുന്നതിന് നമുക്കിതാ ഇതുപോലുള്ള 7 വൻ മതിലുകൾ അല്ലെങ്കിൽ വൻ ഗേറ്റുകൾ കടന്നിട്ട് വേണം നമുക്ക് ചിത്തോർഗഡിലേക്ക് എത്തുന്നതിന്. ആ ഗേറ്റുകളിലൂടെ നമ്മൾ ഈ കോട്ടയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഏകദേശം ആ കോട്ടയുടെ ഒരു ഭീകരമായിട്ടുള്ള ആ ഒരു ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. ഈ ഗേറ്റുകളെ കുറിച്ചിട്ട് തന്നെ പറയുമ്പോൾ ഹിന്ദു ദൈവങ്ങളുടെ പേരുകളിലാണ് ഈ ഗേറ്റുകൾ ഉള്ളത്. ഹനുമാൻ പോൾ, ലക്ഷ്മൺ പോൾ, അങ്ങനെ തുടങ്ങി ഹിന്ദു മിത്തുകളുടെ അല്ലെങ്കിൽ ഹിന്ദു ദൈവങ്ങളുടെ പേരിലാണ് ഈ ഒരു കോട്ടയിലെ പേരുകൾ അറിഞ്ഞിട്ടുള്ളത്. ഇനി ടിക്കറ്റ് എടുത്ത് നമ്മൾ കോട്ടയുടെ ഉള്ളിലേക്ക് കിടക്കുന്നതിന് മുമ്പുള്ള ഒരു സീനാണ്. ചിത്തോർഗഡ് സിറ്റിയെ കുറിച്ചിട്ട് ഒരു വ്യൂ പോയിന്റ്, അതിമനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് നമുക്ക് ചിത്തോർഗഡിന്റെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് മുമ്പ് കാണാൻ കഴിയും. ഇനി ടിക്കറ്റ് എടുത്ത് നമ്മൾ കോട്ടയ്ക്ക് അകത്തേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 56ഓളം ചരിത്ര സംഭവങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. 3 കിലോമീറ്ററോളം ഈ കോട്ട മാത്രമുണ്ട്. അതും ഓരോരോ സ്ഥലത്ത് 1 by 1 ആയിട്ടല്ല, അതിനിടയിൽ മ്യൂസിയങ്ങളുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചിത്തോർഗഡ് കോട്ടയിൽ നമുക്ക് കാണാനുണ്ട്. പല ഭാഗത്തും അവശിഷ്ടങ്ങൾ മാത്രമാണ് ചിത്തോർഗഡിൽ ഇന്ന് കാണാനുള്ളത് എന്നുള്ളതാണ് സത്യം. പക്ഷേ അവിടെ എത്തുമ്പോൾ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡ് ഉണ്ടെങ്കിൽ, ഞാൻ ചെയ്തിട്ടുണ്ട് ഉണ്ടായിരുന്നത് ഒരു ഓഡിയോ ഗൈഡ് എടുക്കുക എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഈ കോട്ടയിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ചില സംഭവങ്ങൾ, അതല്ലെങ്കിൽ അവിടുത്തെ മെയിൻ അട്രാക്ഷൻസുകളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇതാണ് കോട്ടയ്ക്കുള്ളിൽ നമ്മൾ ആദ്യം കാണേണ്ട പ്രധാനപ്പെട്ട മെയിൻ അട്രാക്ഷനുകളിൽ ഒന്ന്. ഇത് വിജയ് സ്തൂപ്. മഹാറാണ കുംഭ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ വിജയ് സ്തൂപ്. 9 പടികളാണ് ഈ വിജയ് സ്തൂപിനുള്ളത്. മൊത്തം മുഴുവനായി കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്നത്. നമുക്കറിയാലോ അന്നത്തെ കാലത്ത് സിമെന്റുകളൊന്നുമില്ല, പക്ഷേ കല്ലിൽ കൊത്തിവെച്ച് 9 നിലകളിലായിട്ടാണ് ഈ മഹാറാണ കുംഭ മഹാരാജാവ് ഈ ഒരു വിജയ് സ്തൂപ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന്റെ ചരിത്രം പറയുന്നത് മാർവ, ഗുജറാത്ത് എന്നീ മഹാരാജാക്കന്മാരൊക്കെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയതിന്റെ വിജയതിലകമായിട്ടാണ് ഈ ഒരു സ്തൂപം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല ഈ സ്തൂപത്തിന് 157 പടികളാണ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. ഇതിലേക്ക് എത്തിപ്പെടാൻ അല്ലെങ്കിൽ മുകളിലേക്ക് എത്തിപ്പെടാൻ ശത്രുക്കൾക്ക് പെട്ടെന്ന് സാധിക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം, പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. മാത്രവുമല്ല ഇതിന് ഉള്ളിലായി മുഴുവൻ പിരിക്കോണികളാണ് ഉള്ളത്. അടുത്ത
മറ്റൊരു പ്രധാന അട്രാക്ഷനാണ് ഇതാ കീർത്തി സ്തംഭ. നമ്മൾ നേരത്തെ വിജയ് സ്തൂപ് കണ്ടു, പക്ഷെ അതിൻ്റെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വേർഷനാണ് ഈ കാണുന്ന വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു മോണുമെന്റ്സ്. വിജയ് സ്തൂപയിൽ നമ്മൾ കണ്ടത് യുദ്ധത്തിന്റെയും ചതിയുടെയൊക്കെ കഥകളാണ് എങ്കിൽ ഇതിൽ യുദ്ധത്തിന്റെയോ അതല്ലെങ്കിൽ ചതിയുടെയോ കഥയൊന്നുമില്ല. ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഒരൊറ്റക്കല്ലിൽ ഒരുപാട് ദേവന്മാരെ കൊത്തിവെച്ചിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ശില്പം. ഇതിന്റെ ഉള്ളിലും ഈ പറയുന്നത് പോലുള്ള പിരിക്കോണികളാണുള്ളത്. ഇതൊരു വ്യാപാരിയാണ് നിർമ്മിച്ചത് എന്നും പറയുന്നു. എന്തൊക്കെയാണെങ്കിലും അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഇത് നിർമ്മിച്ചിരിക്കുന്നത് 12ാം നൂറ്റാണ്ടിലാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട അട്രാക്ഷനാണ് നമ്മൾ ഈ കാണുന്ന കുംഭ പാലസ്. ഈ മോണുമെന്റ്സും നിർമ്മിച്ചിരിക്കുന്നത് മഹാരാജ കുംഭ തന്നെയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പൊ നമ്മൾ കാണുന്നത് വെറും കൊട്ടാരങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ്. ഒരു കാലത്ത് ഇതിൻ്റെ മുറ്റത്തൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഒരു കാലത്ത് ചതിയുടെ, വിജയത്തിൻ്റെ, യുദ്ധതന്ത്രങ്ങളുടെ ഒക്കെ ഒരു 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 നിഴലായിരുന്ന കുംഭ പാലസ് ഇന്ന് വെറും അവശിഷ്ടങ്ങൾ മാത്രമായി കാണുകയാണ്. അത് മാത്രമല്ല, ഇവിടെയാണ് മീരാബായി ജനിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചരിത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയാതെ ഇവിടെ പോയി നിൽക്കുമ്പോൾ ചെറിയൊരു കെട്ടിടമായിട്ട് മാത്രം തോന്നാം. പക്ഷേ ഇവിടെയൊക്കെ ഈ വലിയ മുറ്റവും ഇടനാഴികളും അതുപോലെയുള്ള മറ്റ് ഇതിനെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുമ്പോൾ നമ്മൾ ആ കാലത്ത് മഹാറാണ കുംഭ അല്ലെങ്കിൽ മീരാബായി ജനിച്ച ആ സ്ഥലവും ആ മുറ്റവും ആ ഇടനാഴികളൊക്കെ കാണുമ്പോൾ സത്യത്തിൽ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ നമ്മളൊരു ചരിത്രത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ നിൽക്കുകയാണോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് തോന്നും. ഇതാണ് ചിത്തോർഗഡ് കോട്ടയിലെ അടുത്തതായി നമ്മൾ കാണാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട മീരാബായി ടെമ്പിൾ എന്ന് പറയുന്നത്. മീരാബായിയെ കുറിച്ചിട്ട് നമുക്കറിയാം, ഒരു സമയത്ത് കൊട്ടാരത്തിൻ്റെ റാണിയും എന്നാൽ മറ്റൊരു സമയത്ത് കൊട്ടാരത്തിലെ ദാസിയുമായി ജീവിച്ചിരുന്ന ഒരു സ്ത്രീയുടെ ചരിത്രമാണ് മീരാബായിയുടേത്, അല്ലേ? ഈ കൊട്ടാരത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ വളരെ ചെറുതും അതേപോലെ തന്നെ മനോഹരവുമായിട്ടുള്ള ഏറ്റവും പ്യുവർ ആയിട്ടുള്ള മാർബിൾ തീർത്തിട്ടുള്ള ഈ കൊട്ടാരത്തിൽ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് അതല്ലെങ്കിൽ വീഡിയോഗ്രാഫി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും നല്ല ഏതൊരു കോണിലും ഫ്രെയിമാണ് എന്നുള്ളതാണ്. അത്രയും മനോഹരമാണ് ഇവിടെ ഈ മീരാബായി ടെമ്പിൾ എന്ന് പറയുന്നത്. കൊട്ടാരത്തിൻ്റെ യുദ്ധങ്ങളുടെയൊക്കെ ചതിയുടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് മീരാ ടെമ്പിൾ എന്ന് പറയുന്നത് ശാന്തിയുടെ അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ ഒരു ഇടമായിരുന്നു എന്നുള്ളതാണ്. മീരാബായി അറിയാലോ, കൃഷ്ണനെ കുറിച്ചിട്ടുള്ള കൃഷ്ണ പ്രണയത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു സ്ത്രീ ആയിരുന്നു മീരാബായി. അപ്പം ഈ മതിലുകളിലും ദേവങ്ങളുടെയും ദേവതകളുടെയും അതേപോലെ അവിടെയുള്ള ടെമ്പിൾസിലൊക്കെ നമ്മൾ എത്തുമ്പോൾ ശരിക്കും നമ്മൾ അവിടെ ജീവിച്ചിരിക്കുന്നൊരു മീരാബായി ഉണ്ടോ എന്ന് നമ്മൾ തോന്നിപ്പോകും. അതല്ലെങ്കിൽ സൂക്ഷ്മമായ ഒരു 2 മിനിറ്റ് ഈ മാർബിൾ കൊത്തുപണിയിലേക്ക് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ പറയാലോ, ഇതൊക്കെ ഒരു കാലത്തൊരു ജനത ചെയ്തതാണോ, അതും വെറും കൈകൾ കൊണ്ട് ചെയ്തതാണോ എന്ന് നമുക്ക് അത്രയും അതിശയം തോന്നും. കാരണം ആ മെഷീനുകൾക്കപ്പുറത്ത് കരവിരുതിൻ്റെ എക്സ്ട്രീം ലെവൽ എന്ന് തന്നെ നമുക്ക് എന്ത് പറയാം, മീരാ ടെമ്പിളിനെ കുറിച്ച് നമുക്ക് പറയാനില്ല. ഇനി നമ്മൾ പോകുന്നത് കോട്ടയുടെ ചിത്തോർഗഡ് കോട്ടയിലെ അത്രയും പ്രധാനപ്പെട്ട മറ്റൊരു അട്രാക്ഷനിലേക്കാണ്. അതല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത്. ഇതാണ് ഗുമുക്ക് കുണ്ട് എന്ന് പറയുന്ന സ്ഥലം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഏകദേശം 30-ൽ കൂടുതൽ ജലസ്രോതസ്സുകൾ ഈ കൊട്ടാരത്തിനുണ്ടായിരുന്നു. അതല്ലെങ്കിൽ വാട്ടർ ഫോർട്ട് എന്ന് അതല്ലെങ്കിൽ കൊട്ടാരത്തിനെ ചില സമയങ്ങളിൽ വാട്ടർ ഫോർട്ട് എന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം 40% ചിത്തോർഗഡ് ഫോർട്ട് വെള്ളത്താൽ ചുറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു കാലത്ത് ചിത്തോർഗഡിൻ്റെ മുഴുവൻ ജലക്ഷാമത്തിലേക്കും അല്ലെങ്കിൽ ചിത്തോർഗഡിൻ്റെ മുഴുവൻ ജലസംഭരണിയും ഇവിടെ നിന്നുള്ള ഉറവയായിരുന്നു എന്നുള്ളതാണ്. ഇതാണ് ഗുമുക്ക് കുണ്ട്. ഈ ഗുമുക്ക് കുണ്ട് എന്ന് പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് പശുവിൻ്റെ, അതായത് നമ്മുടെ പശുവിൻ്റെ വായിൽ നിന്ന് വെള്ളം അതല്ലെങ്കിൽ ഉറവ വരുന്നത് പോലെയുള്ള ഒരു സ്ഥലമായതുകൊണ്ടാണ് ഇതിനെ ഗുമുക്ക് കുണ്ട് എന്ന് പറയുന്നത്. അതിനേക്കാൾ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം 25,000-ഓളം സൈനികർക്ക്, ഭടന്മാർക്ക് നീണ്ട 4 വർഷത്തോളം പുറത്ത് പോകാതെ അവർക്ക് സുഗമമായിട്ട് ജീവിക്കാനുള്ള അത്രയും വെള്ളം ശേഖരിക്കാൻ കഴിവുള്ള ഒന്നാണ് ഈ ഗുമുക്ക് കുണ്ട് എന്ന് പറയുന്നത്. ഇവിടെയാണ് അതിൻ്റെ ഉറവയുള്ളത്. ആ ഗുമുക്ക് കുണ്ട് എന്ന് പേര് വരാൻ തന്നെ കാരണം പശുവിൻ്റെ വായിൽ നിന്ന് ഉറവ വരുന്നത് പോലെയുള്ള ഒരു സ്ഥലമായതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും മുകളിലുള്ള ഒരു കോട്ടയിൽ
ഇത്രത്തോളം വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന, ഇത് മാത്രമല്ല ഗുമുക്ക് കൊണ്ട് മാത്രമാണ് ഇപ്പം പ്രവേശനമുള്ളതുള്ളൂ, പക്ഷേ ആ പ്രദേശങ്ങളിലൂടെയൊക്കെ നടക്കുമ്പോൾ നമുക്ക് ജലസ്രോതസ്സുകൾ, കുളങ്ങളായിട്ടും കിണറുകളായിട്ടും ഒരുപാട് ജലസ്രോതസ്സുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതാണ് ചിത്തോർഗ ഫോർട്ടിൻ്റെ ഏറ്റവും നിശബ്ദമായ സ്ഥലം. വീഡിയോയിൽ ഞാനത് മൊത്തമായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ചരിത്രം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ എടുത്ത് കാണാം. ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ, നമ്മൾ ഇതിൻ്റെ ചരിത്രം അറിഞ്ഞു നിൽക്കുമ്പോൾ നമ്മളൊരു 2 മിനിറ്റ് നിശബ്ദമായി പോകും. കാരണം ഇപ്പോൾ കാണുമ്പോൾ, പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് ഇതൊരു മൈതാനം പോലെ മാത്രം തോന്നും. പക്ഷേ രജപുത്ര സ്ത്രീകൾ അവരുടെ ജീവനേക്കാൾ വില കൽപ്പിച്ചിരുന്നത് അവരുടെ ആത്മാഭിമാനത്തിനാണ്. 16,000-ൽ കൂടുതൽ സ്ത്രീകൾ ജൗഹർ നടത്തിയ, സതി നടത്തിയ ഒരു ജൗഹർ കുണ്ട് എന്നറിയപ്പെടുന്നൊരു സ്ഥലമാണ് ഇത്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കാണേണ്ട ഒരു കാഴ്ച എന്നുള്ളത്. കാണാനൊന്നുമില്ല, നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഒരു മൈതാനം, അവിടെ വലിയ ഒരു പാറക്കല്ലിൽ കെട്ടിവെച്ചിരിക്കുന്ന ഒരു സ്തൂപം നമുക്ക് കാണാം. അതിൻ്റെ താഴത്ത് ഒരു കുഴി ഉണ്ടായിരുന്നു. ആ കുഴിയിലാണ് ഈ സ്ത്രീകൾ ആത്മഹൂതി ചെയ്തത് എന്നാണ്. ആണുങ്ങളൊക്കെ അവരുടെ കേസരി ധരിച്ചുകൊണ്ട് അവരൊരു യുദ്ധത്തിലേക്ക് പോകുന്ന സമയത്ത് കൊട്ടാരം ആക്രമിച്ച് ഏകദേശം അവസാന ഘട്ടത്തിലെത്തുമ്പോഴാണ് റാണി പത്മിനിയും അവരുടെ തോഴിമാരും പോയിട്ട് അവർ ആത്മഹൂതി ചെയ്യുന്നത്, സതി ചെയ്യുന്നത്. ആ ചരിത്രത്തിൽ തന്നെ പറയുന്നുണ്ട്, ഈ റാണി പോകുന്ന സമയത്ത് പഞ്ഞി പോലെയുള്ള സാധനങ്ങൾ ശരീരം മുഴുവൻ അവർ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആ പഞ്ഞിയിൽ എരിഞ്ഞു തീർന്നു കഴിഞ്ഞാൽ എല്ലിൻ്റെ കഷ്ണങ്ങൾ പോലും അല്ലെങ്കിൽ പൊടി പോലുമോ അറിയില്ല എന്നുള്ള രീതിയിലായിരുന്നു. കാരണം അലാവുദ്ദീൻ ഖിൽജിയുടെ ആക്രമണത്തിൽ അലാവുദ്ദീൻ ഖിൽജി എങ്ങനെയെങ്കിലും റാണിയെ സ്വന്തമാക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ റാണിക്കോ പൊടി പോലും, ചാരം പോലും അലാവുദ്ദീൻ ഖിൽജിയെ കാണിക്കില്ല എന്നുള്ളതുമായിരുന്നു. അപ്പോൾ രജപുത്ര സ്ത്രീകളുടെ ആ ഒരു ആത്മാഭിമാനത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതൊക്കെ ഒരു വാമൊഴി കഥയാണ്. ഉത്തരാധുനികത്തിലുള്ള ഒരൊറ്റ ചരിത്രകാരന്മാരിലും ആ ഒരു സംഭവം കാണുന്നില്ല. ഇതുപോലെ നമ്മൾ മറ്റൊരു കോട്ട സന്ദർശിക്കുന്നുണ്ട്, രാജസ്ഥാനിൽ തന്നെ. ഞാൻ അവിടെ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു പോയൊരു സ്ഥലമാണത്. കാരണം അവിടെ ആ യുദ്ധം കഴിഞ്ഞ് മരണപ്പെട്ടു പോയ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ ഒരു ഭാഗത്തു കൂടെ കൊണ്ടുപോകുമ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഡ്രസ്സുകളെല്ലാം അണിഞ്ഞ്, ആഭരണങ്ങൾ അണിഞ്ഞ് അവർ നേരെ സതിയിലേക്ക് പോവുകയാണ്, സതി ചെയ്യാൻ പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ സതി ചെയ്യാൻ പോകുന്ന സമയത്ത് അവരവിടെ ചായം കലക്കി വെച്ചിട്ടുണ്ടാവും. ആ ചായത്തിൽ കൈമുക്കി ആ കൊട്ടാരത്തിൻ്റെ ആ ഒരു ചുമരിൽ അവരുടെ കൈയടയാളം അവർ ഒപ്പിവെച്ചിട്ടാണ് അവർ പോകുന്നത്. അതിൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ, അതിൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ അത് കണ്ടു നിൽക്കുമ്പോൾ സത്യത്തിൽ നമ്മുടെ കണ്ണുനീര് നിറഞ്ഞു പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ചെറിയ കൈകൾ പോലും അതിലുണ്ട്, ചെറിയ സ്ത്രീകളുടെ കൈകൾ പോലുമുണ്ട്. അവിടെയൊക്കെയാണ് ഞാൻ ഓർത്തു നിന്ന് പോയൊരു മനുഷ്യനെ സ്മരിച്ചു പോയത്. അവിടെയാണ് ഞാൻ അന്ന് ഓർത്തത്, സ്കൂളുകളിൽ നിന്നൊക്കെ നമ്മൾ കാണാപ്പാഠം പഠിച്ചിട്ടുള്ള രാജാ റാം മോഹൻ റോയിയുടെ കഥ. അദ്ദേഹമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സതി നിർത്തലാക്കാൻ പ്രയത്നിച്ച മഹാവ്യക്തി. പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ കുറിച്ചിട്ടൊന്നും അത്ര വലിയൊരു ഇമ്പോർട്ടൻസോ അതല്ലെങ്കിൽ അത്ര അദ്ദേഹം വലിയൊരു മനുഷ്യനായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ആ കോട്ടയിലേക്ക് കയറി ചെന്ന സമയത്ത് അവിടെ നിൽക്കുമ്പോൾ ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു കാലത്ത് എങ്കിൽ ഇന്ത്യയിൽ സതി നിർത്തലാക്കില്ലായിരുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ ഈ കോട്ടയിൽ നിന്ന് അതല്ലെങ്കിൽ ഈ ജൗഹർ കുണ്ടിൽ നിന്ന് നമ്മൾ കാണാൻ പോകുന്നത് കണ്ണീരിൻ്റെ, ചതിയുടെ, ത്യാഗത്തിൻ്റെ കഥ പറഞ്ഞ പത്മിനി പാലസിലേക്കാണ്. ഇതാ ഇനി നമ്മൾ കയറി ചെല്ലുന്നതാണ് ഈ കോട്ടയെ വിറങ്ങലിപ്പിച്ച, അതല്ലെങ്കിൽ നിരന്തരമായി 8 മാസത്തോളം അലാവുദ്ദീൻ ഖിൽജി ഈ കോട്ട ആക്രമിക്കാൻ കാരണക്കാരിയായിട്ടുള്ള, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ശ്രീലങ്കയിൽ നിന്ന് കൊണ്ടുവന്ന അതിമനോഹരയായിട്ടുള്ള പത്മിനി രാജകുമാരിയുടെ കൊട്ടാരം എന്ന് പറയുന്നത്. ഇതിനുള്ളിൽ ഒരു തടാകത്തിലാണ് ഒരു ഒഴുകുന്ന പോലെയുള്ള ഒരു ചെറിയ കൊട്ടാരം, ഒരു മണിമാളിക നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വാമൊഴി കഥ ഞാൻ അവസാനിപ്പിക്കാം. വാമൊഴി കഥയിൽ പറയുന്നത് അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്ന സുൽത്താനേറ്റ്, ഡൽഹി സുൽത്താനേറ്റ് ഈ റാണിയെക്കുറിച്ചിട്ട് പറഞ്ഞു കേൾക്കുകയും അദ്ദേഹം ഈ റാണിയെ കാണാൻ അതിതാല്പര്യത്തോടു കൂടി ഡൽഹിയിൽ നിന്ന് ചിത്തോർഗഡിലേക്ക് വരികയുമാണ് ചെയ്യുന്നത്. ചിത്തോർഗഡിലെത്തി റാണിയെ ഒന്ന് കാണുന്നതിന് വേണ്ടി 8 മാസത്തോളം
ലോകം നിരന്തരമായി കോട്ട ആക്രമിക്കുകയാണ്. 8 മാസത്തോളമൊക്കെ ഒരു കോട്ടയെ, ഒരു നാടിനെ, ഒരു നാട്ടുരാജാവിനെ ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏത് രാജാവും ചിലപ്പോൾ എന്ത് ചെയ്യും, പിടുത്തം വിട്ടുപോകും അല്ലേ? അങ്ങനെ അവസാനമായിട്ട് ഈ രാജാവ്, അതായത് രത്തൻ സിംഗ് എന്ന് പറയുന്ന നാട്ടുരാജാവ്, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു 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 ഉടമ്പടി വെക്കുകയാണ്. ഒരിക്കൽ, ഒരു പ്രാവശ്യം മാത്രം റാണിയെ കാണാനുള്ള അവസരം തരാം, അതോടുകൂടി നിങ്ങൾ തിരിച്ചു പോകണം. കാരണം 8 മാസമാകുമ്പോഴേക്ക് നാട് മുഴുവൻ കഷ്ടത്തിലേക്ക് പോകുന്നു, ദാരിദ്ര്യത്തിലേക്ക് പോകുന്നു, ജോലിയില്ലായ്മ അവസ്ഥയിലേക്ക് പോകുന്നു. അങ്ങനെ ആ ഒരു ഉടമ്പടിക്ക് അലാവുദ്ദീൻ ഖിൽജി തയ്യാറാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹത്തെ നേരെ കൊണ്ടുവരുന്നത് ഇതാ ഈ കാണുന്ന ഈ ഒരു റൂമിലേക്കാണ് അലാവുദ്ദീൻ ഖിൽജിയെ കൊണ്ടുവരുന്നത്. ഈ റൂമിൽ നിന്ന് പത്മിനി റാണിയെ അലാവുദ്ദീൻ ഖിൽജി കാണാൻ പോവുകയാണ്. ഇതിൻ്റെ മുകളിൽ കാണുന്ന ഇത് ഗ്ലാസുകൾ ഘടിപ്പിച്ച ഹുക്കുകളായിട്ടാണ് അവർ പറയുന്നത്. ഗൈഡ് നമുക്ക് പറഞ്ഞു തരും, കണ്ടില്ലേ ഈ ഹുക്കുകളിലൂടെ അന്ന് അക്കാലത്ത് വലിയ കണ്ണാടികൾ ഉണ്ടായിരുന്നു. 3 കണ്ണാടികൾ ആ ഹുക്കിലുണ്ടായിരുന്നു. പത്മിനി പാലസിൻ്റെ ഏറ്റവും ടോപ്പിലാണിതുള്ളത്. അവിടെ ആ ഹുക്കുകളിൽ കണ്ണാടിയിൽ ഒരു നിമിഷത്തേക്ക് റാണി പത്മാവതിയെ അലാവുദ്ദീൻ ഖിൽജി കണ്ടു എന്നാണ് പറയുന്നത്. ആ അലാവുദ്ദീൻ ഖിൽജി അത് കണ്ടതോടുകൂടി അവിടെ നിന്ന് അദ്ദേഹം ഒരു ശപഥം ചെയ്യുകയാണ്. ശപഥം ഇങ്ങനെയാണ്: ഈ കണ്ടത് റാണി പത്മിനിയാണ് എങ്കിൽ ഞാൻ അവളെയും കൊണ്ടേ പോകൂ. ഇനി എത്ര കാലം യുദ്ധം ചെയ്തിട്ടാണെങ്കിലും ഞാൻ അവരെയും കൊണ്ട് മാത്രമേ പോകുള്ളൂ. അതേ സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ ബുദ്ധിമതിയായ, ധൈര്യശാലിയായ ഒരു നാടിൻ്റെ വിളക്കായിരുന്ന റാണി പത്മിനി മറ്റൊരു ശബ്ദം ചെയ്യുകയാണ്: എൻ്റെ ജീവൻ ത്യജിക്കേണ്ടി വന്നാലും ചാരം പോലും അലാവുദ്ദീൻ ഖിൽജിക്ക് കിട്ടില്ല എന്ന്. അങ്ങനെ വീണ്ടും ഈ കാണുന്നതാണ് പത്മിനി പാലസ്. അങ്ങനെ വീണ്ടും അദ്ദേഹം ഡൽഹിയിലേക്ക് പോവുകയാണ്. 1 ലക്ഷത്തോളം വരുന്ന സൈനികരുമൊത്ത് ഡൽഹിയിൽ നിന്ന് തിരിച്ചു വരികയാണ്. വീണ്ടും നിരന്തരമായി ഈ കോട്ട ആക്രമിക്കുകയാണ്. അവസാനം ഈ രത്തൻ സിംഗ് എന്ന് പറയുന്ന നാട്ടുരാജാവ് ആ യുദ്ധത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണ്. കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ നേരെ റാണി പിടിക്കപ്പെടും എന്ന രീതിയിലെത്തിയപ്പോഴാണ് അവരുടെ കൂടെയുള്ള 16,000-ഓളം വരുന്ന സ്ത്രീകളുമൊത്ത് ഇവർ ജൗഹർ നടത്തിയത്. അതിൻ്റെ ആ ജൗഹർ കൊണ്ടാണ് തൊട്ട് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ഇനി രാജസ്ഥാനിലെ എൻ്റെ യാത്രയിലെ മറ്റൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരെ ബൈ.